അപ്പോൾ നീ പറയുന്നത് ഈ വാച്ച് എവിടുന്നോ തെറിച്ച് വന്ന് നിന്റെ കയ്യിൽ കുടുങ്ങിയതാണെന്നാണോ? സത്യമായിട്ടും ഗ്രാൻഡ് ഇത്തവണ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റല്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ബെൻ. എനിക്ക് തോന്നുന്നു ഇവൻ ഇനി എന്നും ആ മോൺസ്റ്റർ ആയിട്ട് തന്നെ ഇരിക്കുമെന്ന്. ഇവൻ മോൺസ്റ്റർ അല്ല, ഏലിയനാണ്. ഐ മീൻ ഇവനെ കണ്ടിട്ട് വേറെ എന്താണ് പറയുക? എനിക്ക് ഈ ഫയർ ഗൈ ആയിട്ട് ഇരിക്കാൻ വയ്യ. ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെയാ ലിറ്റിൽ ലീഗ് കളിക്കുക? പന്ത് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോവില്ലേ? ഇറ്റ്സ് ഓക്കെ, നമുക്കിതിനൊരു വഴി കണ്ടെത്താം. പക്ഷെ കഷ്ടായിപ്പോയി. നീ ആ കരിപ്പട്ടി ആയിരുന്നപ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി. ബട്ട് എനിക്കിതിപ്പോഴും ഊരി മാറ്റാൻ പറ്റുന്നില്ല. നമ്മൾ എന്തിനെയാണോ നേരിടുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്നത് വരെ നീ ഇതിലിനി കളിക്കണ്ട. ഞാൻ പോയി ആ പേടകം വീണ സ്ഥലം നോക്കിയിട്ട് വരാം. ഞാൻ വരുന്നത് വരെ നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിൽക്കണം. ഇതിൽ അമർത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓ, നിന്റെ മുഖം പോലെ തന്നെ നല്ല തമാശ. ഇതിലൊന്നും തൊടണ്ടെന്ന് നിന്നോട് ഗ്രാൻഡ്പ പറഞ്ഞതല്ലേ? കേട്ടു. അതിനിപ്പോ എന്താ? ഈ കുഞ്ഞായിരുന്നപ്പോ നിന്റെ അച്ഛനും അമ്മയും നിന്നെ താഴെ ഇട്ടിട്ടുണ്ടോ? ഒന്ന് പോയേ. ഈ സാധനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലേ. ഒട്ടില്ല. നീ ശരിക്കും എൻ്റെ ബന്ധു തന്നെയാണോ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നോക്കുകയും എനിക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ എനിക്ക് ഹ്യൂമൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും നമുക്ക് ഗുണമുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഏലിയനായിട്ട് മാറിയപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? ആദ്യം എനിക്ക് നല്ല പേടി തോന്നി. ഇത് ഞാനാണോ അതോ മറ്റൊരാളാണോ അങ്ങനെയൊക്കെ തോന്നി. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ട് കേട്ടാ. ഞാൻ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഒറ്റ തവണ. ഞാൻ നിന്റെ സ്ഥാനത്താണെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു. അത് നിനക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ലേ.